ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഡിവൈൻ ഫെമിനൈൻസ്, അതായത് ഡിവൈൻ ഫെമിനൈൻസിൻ്റെ വേറെ കുറച്ച് വേർഷൻസ് ആണ്. സൂപ്പർ എംപാത്സ് അല്ലേ. നമുക്ക് ഹെവി എമ്പതി ഉണ്ട്, ഭയങ്കരമായിട്ടുള്ള സഹതാപം എന്ന് പറയുന്ന സാധനം ഒരുപാടുള്ള കൂട്ടത്തിലുള്ള ആളുകളാണ് ഡിവൈൻ ഫെമിനൈൻസ്. അതായത് ഡിവൈൻ ഫെമിനൈൻസിൻ്റെ ഒരുപാട് ക്വാളിറ്റീസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ളതാണ് ഈ സഹതാപം എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതായത് സൂപ്പർ എംപാത്സ് എന്ന് പറയും അവരെ. അപ്പോൾ ഈ സൂപ്പർ എംപാത്സ് എന്ന് പറയുന്ന ആളുകൾക്ക് തന്നെ വേറെ ഈ സൂപ്പർ എംപാത്സിൻ്റെ ഒരു സൈഡിലുള്ള ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര എമ്പതി ആയിരിക്കും, ഒരുപാട് കരുണ കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും വന്നിട്ട് കുറേ വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതെല്ലാം മറന്ന് പുറത്ത് പിന്നെയും അവരുടെ അടുത്ത് മിണ്ടാനും സംസാരിക്കാനും അവർക്ക് സഹായങ്ങൾ ചെയ്യാനും അവരുടെ സൗഹൃദം ഒക്കെ ആസ്വദിക്കാനൊക്കെ നിൽക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഒരു ഡിവൈൻ മസ്കുലൈൻ വന്ന് നമ്മുടെ ട്വിൻ നമ്മളിലേക്ക് വന്ന് സെപ്പറേഷൻ ഫേസ് കഴിഞ്ഞ് നമ്മൾ കുറേ അനുഭവിച്ച് കഴിയുമ്പോഴും പിന്നെ ഒരു മെസ്സേജ് വന്ന് അയ്യോ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പറ്റിപ്പോയി, നീ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴും നമ്മൾ പിന്നെയും ആ ഒരു ഹൈ എമ്പതി എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ പേരിലാണ് നമ്മൾ അതിന് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇവർക്കുണ്ടാവുന്ന ഈ ഡിവൈൻ മെസ്കുലൈൻസ് ഉണ്ടാവുന്ന ചില നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സും സൈക്കോളജിക്കൽ ഇഷ്യൂ അങ്ങനത്തെ ഒക്കെ അവർ പാറ്റേൺസ് ഒക്കെ കാണിക്കും. എക്സാക്ട്ലി അതല്ല, എന്നാലും ആ പാറ്റേൺസിന് എന്ന് വന്നിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ അടുത്തേക്ക് നമ്മൾ തിരിച്ചു പോവുകയും ഓരോ കാര്യങ്ങൾ അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഡിവൈൻ ഫെമിനൈൻസിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനത്തിന് തന്നെ അവർക്കത് ഒരു നെഗറ്റീവായിട്ട് മാറും. കാരണം ഈ സൂപ്പർ എമ്പതി എന്ന് പറഞ്ഞൊരു ക്വാളിറ്റിയാണ്, നമുക്ക് കരുണ ഇതൊക്കെ സഹതാപമൊക്കെ കാണിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇത് വേറൊരാൾ ഫോക്കസ് ചെയ്ത് നമ്മുടെ ഈ പറഞ്ഞ പോലത്തെ വീക്ക്നെസ്സിനെ മുതലെടുത്ത് അത് കണക്ട് ചെയ്തിട്ട് വേറൊരാൾ അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അവരുടെ ലൈഫിനെ തന്നെ ബാധിക്കും അല്ലേ. എൻ്റയർ ലൈഫിൽ നമ്മളത് തിരിച്ചറിയണം. അപ്പോൾ അവിടെയാണ് ഈ DMDF ബാലൻസിങ് എന്ന്, അതായത് നമ്മുടെ ഇന്നറിൽ തന്നെ DMDF ബാലൻസിങ്ങിലേക്ക് പോകണം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എമ്പത്തി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം ഹീൽ ചെയ്ത് മുന്നോട്ട് പോകുന്നു, പിന്നെയും ഈ വ്യക്തി വന്നിട്ട് നമ്മുടെ അടുത്ത് പറയുന്നു അയ്യോ അങ്ങനെ പറ്റിപ്പോയി, ഇനി ഞാൻ ഉണ്ടാവില്ല, ഞാൻ മാറി, എൻ്റെ ക്യാരക്ടേഴ്സ് മാറി, ഇതെല്ലാം ഞാൻ ഇനി തിരിച്ചറിഞ്ഞ് ചെയ്തോളാം, നിന്നെ സ്നേഹിച്ച് കൂടെ നിന്നോളാം എന്നൊക്കെ പറയുമ്പോൾ ഈ സൂപ്പർ എമ്പത്തി എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി കൊണ്ട് തന്നെ നമ്മളതിനെ അംഗീകരിക്കുന്നു. പിന്നെ ഇതേപോലെ പറഞ്ഞ മെസ്സേജസ് വരും, പിന്നെ ആ ആദ്യത്തെ ബബിൾ ഫേസിലുണ്ടായ പോലത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോവുകയും വീണ്ടും പോവുകയും നമ്മൾ ഈ ഹീലിംഗ് എന്ന് പറയുന്ന സംഭവം തന്നെ മറന്ന് പിന്നെയും നമ്മളൊരു ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഭയങ്കരമായ എക്സ്ട്രീം ലെവൽ ഹാപ്പിനെസ്സിലേക്ക് നമ്മളെടുത്ത് കൊണ്ടുപോവുകയും അവിടെ കിടന്നൊരു സൈക്കിളായിട്ട് കൊണ്ടുവന്ന് പിന്നെയും നോക്കുമ്പോണ്ടാവും, പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ ആളില്ല, ഗ്യാസ് ലൈറ്റിങ്, ആളങ്ങ് പോയി, ആളെ കാണാനില്ല, ആളുടെ എനർജി കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. മെസ്സേജ് ചെയ്താൽ തന്നെ ജസ്റ്റ് ഷോർട്ട് മെസ്സേജുകൾ, പിന്നെയും കുറേ പ്രശ്നങ്ങൾ അവർ പറയും. ആദ്യം ഉണ്ടാക്കിയ പോലെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ വാക്ക് തർക്കങ്ങൾ, അല്ലെങ്കിൽ ഒന്നുമില്ല. അതായത് പിന്നെ ഒരു അഡിക്ഷൻ മോഡിലേക്ക് ഫെമിനൈൻ പോയി. അപ്പോൾ ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന ഡാർക്ക് നൈറ്റ് ഓഫ് സോളും അല്ലെങ്കിൽ ആ അങ്ങനത്തെ സിറ്റുവേഷനേക്കാളൊക്കെ വളരെയധികം പരിതാപകരമായ അവസ്ഥയ്ക്ക് രണ്ടാമത്തെ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ ഒരു സാധനത്തിന് കരകയറി വന്നു, എങ്ങനെയല്ലോ അതിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടു, എങ്ങനെയല്ലോ ഒക്കെ എല്ലാ സിറ്റുവേഷൻസും നമുക്ക് തരണം ചെയ്യാമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി വന്ന് പിന്നെയും ഇതേ പ്രോസസ്സ് വന്നാൽ എന്ത് ചെയ്യും? അവിടെ ഓൾറെഡി നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടും ഉണ്ടാവും. പക്ഷേ ഈ സൂപ്പർ എമ്പത്തി എന്ന് പറയുന്നൊരു സംഭവം കാരണം നമ്മൾ ആ ബൗണ്ടറി ബ്രേക്ക് ചെയ്യും. അത് അറിയാതെ നമ്മൾ ചെയ്യും. പക്ഷേ ഈ സൂപ്പർ എമ്പത്തിൻ്റെ വേറൊരു ക്വാളിറ്റി ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പെട്ടുന്ന ആൾക്കാർക്കായാൽ പോലും ഇവർ ഓവർ തിങ്കേഴ്സും ആയിരിക്കും ഓട്ടോമാറ്റിക്കലി. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സൂപ്പർ എമ്പത്സ് എന്ന് പറയുന്ന ആൾ ഈ എമ്പതി കാണിക്കുമ്പോഴും ഈ ഡിവൈൻ ഫെമിനൈൻസിന് എന്തുണ്ടാവും? ഒരു ഒബ്സർവേഷൻ ക്വാളിറ്റി എന്ന് പറയുന്നത് സാധനം മനസ്സിലാക്കുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് അതില്ലെങ്കിൽ നിങ്ങൾ ഇനിയും ആ ഒബ്സർവേഷൻ ക്വാളിറ്റിയിലേക്ക് വരിക, കണക്റ്റ് ആവുക. ഒരു മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോഴും നിങ്ങൾ ആ മെമ്മറീസിനെ പേടിക്കാണ്ട് ഒബ്സർവേഷനിലേക്ക് വരിക. നിങ്ങൾ ആ മെമ്മറീസിനെ നന്നായിട്ട് ഓർക്കുക. ഓരോ ഇൻസിഡൻസും നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. കാരണം നിങ്ങൾ ഓവർ തിങ്കേഴ്സും കൂടിയാണ്. ഈ ഓവർ തിങ്കേഴ്സിനുള്ള ഏറ്റവും വലിയ കഴിവ് എന്താണെന്നറിയോ? അവർക്ക് ഓരോ ഇൻസിഡൻസ് കണക്ട് ചെയ്യാനും ആ ഇൻസിഡൻസ് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാനും ഉള്ളൊരു വലിയൊരു ക്വാളിറ്റിയാണത്. അതിനെ വെച്ച് എന്തുകൊണ്ട് അതങ്ങനെ സംഭവിച്ചു, അന്ന് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് തന്നു, അപ്പോൾ ഈ പറഞ്ഞ ആൾ നമ്മുടെ അടുത്ത് കള്ളം പറഞ്ഞതാണോ, അല്ലെങ്കിൽ ഇവിടെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തതാണോ എന്ന് നിങ്ങൾക്ക് കറക്റ്റ്ലി മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഈ ഡിപ്രഷനിൽ പോയിരിക്കുമ്പോൾ ആ മെമ്മറീസിനെ നിങ്ങൾ പേടിക്കുന്നു. ആ മെമ്മറീസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെയും ഞങ്ങൾ അസ്വസ്ഥരാകുമെന്ന് പേടിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ആ മെമ്മറീസിനെ അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യും. വേണ്ട, ആ മെമ്മറിയിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? ഓട്ടോമാറ്റിക്കലി ആ മെമ്മറിയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കാര്യങ്ങളും നമുക്ക് പോവുകയും ചെയ്യും. ഈ പറഞ്ഞ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ അവിടെ പേടിക്കുന്നു. പക്ഷേ എല്ലാവരും പറയും ഓവർ തിങ്ക് ചെയ്യരുത്. അവിടെ നമ്മൾ നമ്മുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബ്രേക്കപ്പിന് ശേഷമുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന ആദ്യം മുതൽ നമ്മളെ ഓരോ മെസ്സേജിങ്ങിലൂടെയോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ സമയത്ത് നമുക്കുണ്ടായിരിക്കുന്ന ഓരോ മെസ്സേജുകളും നമ്മൾ കടുക് കീറുന്ന പോലെ കീറി മുറിച്ച് പരിശോധിക്കണം. അത് ഓവർ തിങ്കേഴ്സിന് മാത്രമേ പറ്റുള്ളൂ. ഓവർ തിങ്കേഴ്സിന് വലിയൊരു ക്വാളിറ്റിയാണ്. ഇപ്പം വലിയ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ വലിയ ഓവർ തിങ്കേഴ്സാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അവിടെ ഓരോന്നിലും ഇറങ്ങി നിന്ന് CID പണി ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. നമ്മൾ ഈ പൊസസീവ്നെസ് കാണിക്കാറുണ്ട് അല്ലേ? നമ്മുടെ പാർട്ണർ എവിടെ പോയി എന്ത് പോയി എന്നൊക്കെ ആ പൊസസീവ്നെസ് കാണിക്കുമ്പോൾ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടാറുണ്ട്. അപ്പോൾ ചില സൈഡിൽ നമുക്കത് വേണ്ടാണ്ട് നമ്മൾ തിങ്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിൽ നിന്ന് തന്നെ ഇപ്പം ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ നമ്മൾ പൊസസീവ്നെസ്സോട് കൂടിയല്ല നമ്മളത്
ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ തന്നു പറഞ്ഞ കാര്യങ്ങൾ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്കൊരു ഒരു സ്ക്രീനിൽ കിട്ടുന്ന പോലെ എല്ലാ ഇൻസിഡൻറ്റുകളും കിട്ടുകയും ചെയ്യും. അവിടെ നമുക്ക് അന്വേഷണം നടത്താനും അവിടെ നമ്മൾ എന്ത് മിസ്റ്റേക്ക് ചെയ്തു എന്ന് മനസ്സിലാക്കാനും അവിടെ അവരന്ന് എന്താണ് ചെയ്തിരിക്കാൻ ചാൻസ് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് അവിടെ കിട്ടുകയും ചെയ്യും. അവിടെ നമ്മളവിടെ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ ഈ സൂപ്പർ എംപാത്സിനുള്ള ഒരു കഴിവാണ് ഈ കണക്ടിവിറ്റി. അതായത് ഒരു ഇൻസിഡൻറ്റിനെ കണക്ട് ചെയ്യാം, ഇന്നതായിരിക്കില്ലേ സംഭവിച്ചത്, എന്നാൽ പിന്നെ ഞാൻ അവിടെ അന്വേഷിക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ വരുന്ന മെമ്മറീസിനെയും ഓരോ ഇൻസിഡൻസിനെയും നമ്മൾ തിരിച്ച് അതിലേക്ക് പോകാൻ പേടിക്കാണ്ട് പോയി ഓരോ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ അവിടെ അക്സെപ്റ്റ് ചെയ്യുക. യെസ്, അത് സംഭവിച്ചു, അതിന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ പേടി കൂടാതെ മുന്നോട്ട് പോകാം, എന്നിട്ടാണ് ഞാൻ അവിടെ ഹീൽ ചെയ്യുക എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. അവിടെ നിങ്ങൾ ഹീൽ ചെയ്യുക. ആ ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് വരുവാണെങ്കിൽ ആ ഇൻസിഡൻറ്റിനെ കണക്ട് ചെയ്ത് നിങ്ങൾ അന്ന് കരഞ്ഞോ, എത്ര വേണമെങ്കിലും ഇരുന്ന് കരഞ്ഞോളൂ നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ അതിനുശേഷം ഒരു വാട്ടർ തെറാപ്പി എന്ന് പറഞ്ഞൊരു ഷവറിൻ്റെ അടിയിൽ പോയി നിന്ന് ഈ ഇമോഷൻസ് എല്ലാം ഇറങ്ങി പോകുന്നത് പോലെ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ആ ഇമോഷൻസ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഇറങ്ങിപ്പോകും. അവിടെ നിന്ന് നിങ്ങൾ എത്ര വേണമെങ്കിലും കരഞ്ഞു. പക്ഷേ ആ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൻ്റെ പേരിൽ നിങ്ങൾ ഇനി കരയില്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കണം. അവിടെയാണ് നിങ്ങളുടെ ഹീലിംഗ്. ഈ ഒരു ഇൻസിഡൻറ്റിലേക്ക് ഞാൻ തിരിച്ചു വന്ന് ഇനി കരയില്ല, ഇന്ന് ഞാൻ എത്ര വേണമെങ്കിലും കരയും, പക്ഷേ ഇനി ഞാൻ അതിൻ്റെ പേരിൽ കരയില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരു ഇന്നർ സ്ട്രെങ്ത് വരികയും അടുത്ത ദിവസം ഇതേ പാറ്റേൺസ് നിങ്ങൾക്ക് ആവർത്തിച്ച് ഓരോ പാറ്റേണും നിങ്ങൾ അതിലേക്ക് അനലൈസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി അവിടെ നിങ്ങളൊരു അനലൈസിസ് എടുക്കുകയും അതുപോലെ തന്നെ ഇതേപോലത്തെ റിലേഷൻഷിപ്സ് അവർക്ക് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്ത് ഓട്ടോമാറ്റിക്കലി ആ അനാലിസിസ് പാറ്റേണിലേക്ക് എത്തി അവിടെ നിങ്ങൾ ഈ ഇമോഷൻസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിലേക്ക് വരികയില്ല. നിങ്ങൾ അവിടെ പക്കാ ഹീലാവും. അവിടെ നിങ്ങൾ നന്നായിട്ട് ഹീലായി നിങ്ങൾക്ക് ആ ഹീലിങ്ങിന് ശേഷം നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ നിങ്ങൾ ഹീൽ ചെയ്യുക. ആ ഹീലിംഗ് പാറ്റേൺസ് നിങ്ങൾ മനസ്സിലാക്കി ഹീൽ ചെയ്ത് അടുത്ത പ്രോസസ്സിങ്ങിൽ കിടക്കുക. അപ്പോൾ ഈ സൂപ്പർ എംപാത്സ് എന്ന് പറയുന്ന ആൾക്ക് തന്നെ ഇവിടെ നല്ല രീതിക്ക് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ഹീൽ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവരെ ഇനി മാനിപ്പുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതായത് അവിടെ നമ്മൾ ആ റിലേഷൻഷിപ്പിനെ നമ്മൾ നീക്കി നിർത്തി. ഇങ്ങനെയുള്ള നമ്മൾ ഈ പറഞ്ഞ പോലെ പറ്റിക്കപ്പെടുന്ന ആ റിലേഷൻഷിപ്പ് നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്യില്ല എന്ന് നമ്മൾ അവിടെ ഉറപ്പിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ആളുകൾ തന്നെ ഹീലായി വന്ന് ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാത്തൊരവസ്ഥ, മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിലേക്ക് പോയി അത് കണ്ടിന്യൂ ചെയ്യാത്തൊരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആ റിലേഷൻഷിപ്പിൽ നിൽക്കത്തുള്ളൂ എന്ന് നമ്മൾ തീരുമാനം എടുത്താൽ നമ്മൾ പകുതിയിലും കൂടുതൽ ഹീലായി. ഈ ഇൻസിഡൻറ്റുകളൊന്നും നമ്മളെ ബാധിക്കത്തില്ല. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ എംപാത്തിനുള്ള ഏറ്റവും വലിയ കഴിവാണ്. അങ്ങനെ നിങ്ങൾ ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ വന്ന് ഈ പറഞ്ഞ പോലെ മാപ്പ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അത് ഉണ്ടാവില്ല എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കും. നമുക്കവിടെ ഇമോഷണലി ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യം നമുക്കവിടെ വരുന്നില്ല. ഓരോ കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്ത് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പോസസീവ്നെസ് എന്ന് പറയുന്ന സാധനം നമ്മൾ അവിടെ കൊടുക്കരുത്. അതേപോലെ തന്നെ ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ ചെയ്യുക. ഒരു സൈഡിൽ നമ്മൾ നല്ല രീതിയിൽ ട്രസ്റ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല, പോസസീവ്നെസ് കൊടുക്കണ്ട. അവരുടെ കർമ്മ തീർത്ത് അവർ അതിനനുസരിച്ച് പോകട്ടെ, അതിലേക്ക് നമ്മൾ തലയിടേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ചെയ്തതാണല്ലോ, നമ്മൾ കാരണമല്ലോ ഇത് സംഭവിച്ചത് എന്നുള്ള രീതിയിൽ അവർ തിരിച്ച് വന്ന് പറയുമ്പോഴും അവരുടെ കർമ്മ തീർക്കാൻ വേണ്ടി തന്നെ നമ്മൾ അവരെ തിരിച്ച് വിടുകയാണ് വേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഹീലായ ഭാഗത്തിലേക്ക് കയറി വരാനും നമ്മുടെ കർമ്മനെ ഏറ്റെടുത്ത് ആ കർമ്മം നമ്മൾ തിരിച്ച് വന്ന് അവരുടെ കർമ്മസ് കൂടെ നമ്മൾ ഏറ്റെടുത്തിട്ട് പിന്നെ ഇരുന്ന് കരയാനുള്ള സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുത്താണ്ടിരിക്കുക. അപ്പോൾ അവരുടെ കർമ്മം അവർക്ക് ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റാണ്ടിരിക്കുമ്പോഴാണ് അവർ ആ ഷെയറിങ്ങിന് വേണ്ടി നിങ്ങളിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ എന്ത് പറ്റും? നമ്മുടെ ഹീലിംഗ് എന്ന് പറഞ്ഞ് തിരിച്ചു പോകും. കാരണം അവർ ഈ ഷെയറിങ് ചെയ്ത് അവസാനം അവരുടെ കർമ്മം മുഴുവൻ നമ്മൾ തന്നെ ക്ലിയർ ചെയ്യുക. അതായത് DMൻ്റെ കർമ്മം മുഴുവൻ DF ക്ലിയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അവരുടെ കർമ്മം നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് തന്നെ അവരുടെ കർമ്മം തീർക്കാനുള്ളതാണ് യൂണിവേഴ്സ് അവരെ വിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ തിരിച്ചു വരുന്നത് എന്തിനാണ്? അവരുടെ കർമ്മ ഷെയറിങ്ങിനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ കർമ്മ ഷെയറിങ്ങിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളും കൂടുതൽ ക്ലിയർ ചെയ്യാനും ഉണ്ട്. അത് നമ്മൾ അവരുടെയും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അവരിപ്പോൾ ഈ റിട്ടേൺ വരുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഒബ്സർവ് ചെയ്ത് നോക്കുക. ആ സമയത്ത് നമ്മൾ തീർക്കുന്നത് അവരുടെ കർമ്മയായിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഓരോരുത്തരും എഴുതി ജേണൽ ചെയ്ത് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ തീർക്കുന്നത് അവരുടെ കർമ്മം. നമ്മുടെ കർമ്മം ഇവിടെ പെൻഡൻസി കിടക്കുക ചെയ്യുന്നത് നമുക്ക് നല്ല കർമ്മയായിരിക്കും. ഒരു സോൾമേറ്റ് വന്ന് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നല്ലൊരു ജോലിയിലേക്കൊക്കെ നമ്മൾ പോകാനുള്ള ഒരു കർമ്മയായിരിക്കും കിടക്കുന്നത്. പക്ഷേ നമ്മൾ ഈ തീർക്കുന്ന ബാഡ് കർമ്മ മുഴുവൻ ഈ പറഞ്ഞ DM കൊണ്ടുതരുന്ന കർമ്മയാണ്. വേറൊരാളുടെ കർമ്മം നമ്മൾ എടുക്കുമ്പോഴാണ് നമുക്കത് ബാഡ് കർമ്മയായിട്ട് മാറുന്നത്. അവരുടെ മിസ്സിംഗ് എനർജിയാണ് നമ്മുടെ ബാഡ് കർമ്മ. ഈ DMസിന് വരുന്നത് മുഴുവൻ കാർമിക് സിറ്റുവേഷൻസ് ആണ്. DFസിന് ഭൂരിഭാഗം വരുന്നത് സോൾമേറ്റ് സിറ്റുവേഷൻസ് ആണെന്ന് മനസ്സിലായി. സോൾമേറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഗുഡ് കർമ്മ. പക്ഷേ അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തുകൊണ്ട് ഈ ട്വിന്ന് വന്ന് സെപ്പറേഷനിൽ പോകുമ്പോഴും നമുക്ക് ബാഡ് കർമ്മ വരുന്നത്? മനസ്സിലാക്കുക, അത് നിങ്ങളുടെ DMൻ്റെ കർമ്മയാണ്. നിങ്ങൾ എനർജറ്റിക്കലി ഒരു കോഡ് വഴി അവരുടെ കർമ്മ നിങ്ങളിലേക്ക് പാസ് ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ട്വിന്നിൻ്റെ സെപ്പറേഷന് ശേഷം നിങ്ങൾക്കില്ല. അതായത് നിങ്ങൾ ചെറുപ്പം മുതലേ നിങ്ങളുടെ ബാഡ് കർമാസ് ക്ലിയർ ചെയ്ത് ഈ ട്വിൻ എന്ന് പറയുന്ന ആൾ വരുന്നത് നമ്മുടെ ഒരു ബൗണ്ടറിയാണ്, ഒരു 50% കർമ്മ. ആ കർമ്മയ്ക്ക് ശേഷം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് മുഴുവൻ ഗുഡ് കർമ്മയാണെന്ന് മനസ്സിലാക്കുക. വെറുതെ എന്തിനാണ് DMൻ്റെ കർമ്മ പോയിട്ട് എടുത്ത് വെക്കുന്നത്? സൂപ്പർ എമ്പതി കാണിച്ചിട്ട് സൂപ്പർ എമ്പതി കാണിക്കണം. ഞാൻ ഈ പറഞ്ഞ ഒബ്സർവേഷനിൽ അത് കാണിച്ചിട്ട് അവർക്കൊരു സെപ്പറേറ്റ് സ്പേസ് കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോവുക. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കുള്ള ഗുഡ് കർമാസാണ് നിങ്ങളിപ്പോൾ ഹാൻഡിൽ ചെയ്ത് പോകുന്നതെന്ന്. ആ സെപ്പറേഷൻ നിങ്ങൾ അംഗീകരിക്കുക. ആ സെപ്പറേഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DFസിന് തരുന്ന വലിയൊരു അനുഗ്രഹമാണ്, ഒരു ബ്ലെസ്സിങ്സ് ആണ്. ആ ബ്ലെസ്സിങ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണ്ടേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ബ്ലെസ്സിങ്സ് അക്സെപ്റ്റ് ചെയ്യുക. അവരുടെ സെപ്പറേഷൻ പീരീഡിന് അവർക്ക് അവരുടേതായ കർമ്മ തീർക്കാൻ വിട്ടു കൊടുക്കുക. നമ്മളത് ക്യാരി ഓവർ ചെയ്യാണ്ടിരിക്കുക. എനർജറ്റിക്കലി പോലും അവരെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ആ കർമ്മ നമ്മൾ ക്യാരി ഓവർ ചെയ്യാണ്ടിരിക്കുക. അവർ കോൺടാക്റ്റിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, സൂപ്പർ എമ്പതി നിങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല. ഇനി സെപ്പറേഷൻ പീരീഡിലാണ്, ഇടയ്ക്കുള്ള കോൺടാക്റ്റ് ആണെങ്കിൽ പോലും കാഷ്വലി നിങ്ങൾ സംസാരിക്കുക, ഒരു കുഴപ്പമില്ല. അതിലേക്ക് നമ്മൾ കൂടുതൽ പഴയ രീതിയിലുള്ള ആ ഒരു ബബിൾ ഫേസിനെ നമ്മൾ ആഗിരണം ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ കർമ്മ കയറ്റി എടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നിങ്ങളെ ഹീലിംഗ് പ്രോസസ്സും കൊണ്ടുപോകുക. നിങ്ങളുടെ നല്ല ജോലി, നിങ്ങൾക്കുള്ള എല്ലാ ബ്ലോക്കേജസുകളും മാറി നിങ്ങൾ നല്ലൊരു അവസ്ഥയിലേക്ക് വരുന്ന നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴും നമ്മൾ ഇത് കർമ്മ തീർന്നു, എന്താ അവർ വരാത്തതെന്ന് ചിന്തിക്കും, പിന്നെയും കൊണ്ടുപോയി ബാഡ് കർമ്മ പിന്നെ വലിച്ചെടുക്കും. നിങ്ങൾ ഈ പറഞ്ഞ ബോധറേഷനിൽ നിങ്ങൾ ആദ്യം മാറുക. കംപ്ലീറ്റ്ലി DMൻ്റെ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ബോധർ ചെയ്യാണ്ട് അവരുടെ ലൈഫ് തീർത്ത് പോട്ടെ. നിങ്ങളുടെ സെപ്പറേഷനിൽ നിൽക്കുക. സെപ്പറേറ്റ് പീരീഡ് ആയിട്ട് നിങ്ങളുടെ അതേ ഫാമിലി ആണെങ്കിലും നിങ്ങളുടെ ജോലി, നിങ്ങളുടെ സൗകര്യങ്ങൾ ഇതൊക്കെ നോക്കി നിങ്ങൾ കാര്യങ്ങളാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഫേസിലാകുമ്പോൾ, യൂണിയൻ സ്റ്റേജ് ആകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇതിനെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട, എപ്പോഴാണ് യൂണിയൻ എന്നൊന്നും ആലോചിക്കേണ്ട. ഈ പെർമനന്റ് യൂണിയൻ എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കുക. അതായത് നമ്മൾ നിൽക്കുന്ന സ്റ്റാൻഡിനനുസരിച്ചാണ് പെർമനന്റ് യൂണിയൻ. നിങ്ങളുടെ സന്തോഷത്തിനനുസരിച്ച് സെൽഫ് ലെവൽ നിൽക്കുകയാണെങ്കിൽ DM എന്നല്ല, എല്ലാ വ്യക്തികളും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നഷ്ടപ്പെട്ടു പോയ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി, റിലേറ്റീവ്സ്, അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇനി വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ നിങ്ങൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ നിന്ന് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അതാണ് നിങ്ങളുടെ കർമ്മ, ഗുഡ് കർമ്മ. DFസിന് എപ്പോഴും ഗുഡ് കർമ്മയാണെന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങളിപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേഷൻ ഫേസിലായിരിക്കും, നിങ്ങൾക്ക് ഗുഡ് കർമ്മയാണ് ഇനി വരാനുള്ളത്. കാർമിക് സിറ്റുവേഷൻസ് വരുന്നത് DMനാണ്. അപ്പോഴും നമ്മൾ ചോദിക്കും, അയ്യോ DMന് എന്തൊക്കെ സന്തോഷമാണ്, അവരുടെ DP കാണുമ്പോൾ അവർ ഹാപ്പി ഫേസിൽ നിൽക്കുന്നു. അത് നിങ്ങൾ അവരുടെ കാർമിക്കിൻ്റെ കൂടെ നിന്നിട്ട് എടുക്കുന്ന ഫോട്ടോ ആണെന്ന് മനസ്സിലാക്കുക. അത് റിയൽ ഹാപ്പിനെസ് അല്ല, അവരുടെ ജസ്റ്റ് ഷോ ഓഫ് ആണ്. അവരാ കാണിക്കുന്ന മുഴുവൻ ഷോ ഓഫ്. കാരണം അവർ ബാക്ക്ഗ്രൗണ്ടിൽ അനുഭവിക്കുന്ന വിഷമങ്ങൾക്ക് ഒരു മറയായിട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ അവർ ഡിസ്റ്റോർട്ടഡ് മോഡിൽ മാസ്ക് ഇട്ടാണ് നടക്കുക. സങ്കടം ഉണ്ടെങ്കിൽ ഇമോഷൻസ് അവർ പുറത്ത് കാണിക്കില്ല. നിങ്ങൾ അവരെ ഗ്ലോറിഫൈ ചെയ്യുന്നൊരു ഇമേജിൽ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ആ പറഞ്ഞ പോലത്തെ നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് തിരിച്ച് കിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സൂപ്പർ എമ്പത്സ് ആണെങ്കിൽ ഈ പറഞ്ഞ അനാലിസിസ് മോഡിൽ ഹീൽ ചെയ്ത് മുന്നോട്ട് പോയി അനലൈസ് ചെയ്ത് ഹീൽ ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ പ്രൊസീജിയറിൽ എടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. ഇമോഷൻസിനെ പേടിക്കാണ്ട് ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ഒരു CID പണി എടുത്ത് തന്നെ പോവുക. CID പണി എന്ന് പറഞ്ഞാൽ എന്നിട്ട് അവരിലേക്ക് പോയി ക്വസ്റ്റ്യൻ ചെയ്യാനല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് അനാലിസിസ്, നിങ്ങൾ വരുത്തിയ മിസ്റ്റേക്സ് എന്താണ്, നിങ്ങൾ കാണിച്ച ഓവർ കെയറിങ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി അനലൈസ് ചെയ്ത് അത് മാറ്റി നിർത്തി ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഐഡിയാസ് നിങ്ങൾക്ക് തന്നെ കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, അതുകൊണ്ട് നിങ്ങൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു സോ മച്ച്.